ധാക്കയിലെ മിർപൂറിലുള്ള ഷേർ ഇ ബംഗ്ലാ സ്റ്റേഡിയത്തിൽ വെച്ച് 2026 മാർച്ച് 11 നടന്ന 3 മത്സര പരമ്പരയിലെ ആദ്യ ഏകദിനത്തിൽ പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശ് ഒരു തകർപ്പൻ 8 വിക്കറ്റ് ജയം സ്വന്തമാക്കി. 115 റൺസിന്റെ ചെറിയ വിജയലക്ഷ്യം പിന്തുടർന്ന ആതിഥേയർ വെറും 15.1 ഓവറിൽ അനായാസം ജയിച്ചുകയറി. ഇത് രണ്ട് ടീമുകളും തമ്മിലുള്ള പ്രകടനത്തിലെ വലിയ വ്യത്യാസം എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. 209 പന്തുകൾ ബാക്കി നിൽക്കെ നേടിയ ഈ വമ്പൻ വിജയം ബംഗ്ലാദേശിന് പരമ്പരയിൽ 1 മുതൽ 0 വരെ നിർണായക ലീഡ് നൽകി. ഇത് ഐസിസി ഏകദിന റാങ്കിങ്ങിൽ അവരുടെ നില ഭദ്രമാക്കാൻ വളരെ നിർണായകമാണ്. യുവ പേസ് ബൌളർ നഹിദ് റാണയായിരുന്നു ബംഗ്ലാദേശിന്റെ സൂപ്പർ താരം. കരിയറിലെ ഏറ്റവും മികച്ച 5 വിക്കറ്റ് പ്രകടനം കാഴ്ചവെച്ച് പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയെ അദ്ദേഹം തകർത്തെറിഞ്ഞു. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത പാകിസ്ഥാൻ 30.4 ഓവറിൽ വെറും 114 റൺസിന് ഓൾ ഔട്ടായി. ക്യാപ്റ്റൻ ഷഹീൻ അഫ്രീദിയുടെ കീഴിൽ ഒട്ടേറെ പുതുമുഖങ്ങളുമായി ഇറങ്ങിയ പാകിസ്ഥാൻ ടീമിന് കാര്യമായ കൂട്ടുകെട്ടുകളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ബംഗ്ലാദേശിന്റെ വിജയക്കുതിപ്പിന് ചുക്കാൻ പിടിച്ചത് ഓപ്പണർ തൻസിദ് ഹസൻ തമീമായിരുന്നു. വെറും 42 പന്തിൽ നിന്ന് പുറത്താകാതെ 67 റൺസ് നേടി തകർപ്പൻ ആത്മവിശ്വാസത്തോടെയുള്ള ഒരു ആക്രമണ ബാറ്റിംഗാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. 2027 ഐസിസി ഏകദിന ലോകകപ്പിന് നേരിട്ട് യോഗ്യത നേടാൻ ആവശ്യമായ റാങ്കിംഗ് പോയിന്റുകൾ സ്വന്തമാക്കാൻ ഈ പരമ്പര ബംഗ്ലാദേശിന് വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിൽ നേരിട്ട് യോഗ്യത നേടാനുള്ള സാധ്യത കുറഞ്ഞ 10ാം സ്ഥാനത്താണ് അവർ ഉള്ളത്. അടുത്ത 2 ഏകദിനങ്ങൾ മാർച്ച് 13-നും 15-നും ഇതേ വേദിയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. പാകിസ്ഥാന്റെ ഇന്നിംഗ്സ് തുടങ്ങിയത് ശ്രദ്ധയോടെ കളിച്ച അരങ്ങേറ്റക്കാരായ സാഹിബ്സാദ് ഫർഹാനും മാസ സദാക്കത്തും ചേർന്നുള്ള 41 റൺസ് കൂട്ടുകെട്ടിലാണ്. ഫർഹാൻ 27 റൺസെടുത്തപ്പോൾ സദാക്കത്ത് 18 റൺസെടുത്തു. പക്ഷേ നഹിദ് റാണ ബോളിംഗിനെത്തിയതോടെ ഈ ഉറച്ച തുടക്കം പെട്ടെന്ന് തകർന്നു. റാണ സാഹിബ്സാദ് ഫർഹാനെ പുറത്താക്കി ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിച്ചു. പിന്നാലെ പാകിസ്ഥാന് വേഗത്തിൽ ഒരു വിക്കറ്റ് കൂടി നഷ്ടമായി. ഷാമിൽ ഹുസൈൻ 4 റൺസെടുത്ത് പുറത്തായതോടെ തകർച്ച കൂടുതൽ രൂക്ഷമായി. പിന്നാലെ മാസ സദാക്കത്തും പുറത്തായി. ഇരുവരും റാണയുടെ വേഗതയിലും ബൗൺസിലുമാണ് വീണത്. മുഹമ്മദ് റിസ്വാൻ 10 റൺസെടുത്ത് റാണയ്ക്ക് മുന്നിൽ വീണതോടെ ഈ യുവ പേസർ 4 വിക്കറ്റ് നേട്ടം പൂർത്തിയാക്കി. സൽമാൻ ഓഗസ്റ്റ് 5 റൺസെടുത്ത് പുറത്താകുമ്പോൾ അത് റാണയുടെ ഈ ഇന്നിംഗ്സിലെ 5ാം വിക്കറ്റായിരുന്നു. പാകിസ്ഥാന്റെ മധ്യനിരയും വാലറ്റവും കാര്യമായ ഒരു ചെറുത്തുനിൽപ്പും കാണിച്ചില്ല. ക്യാപ്റ്റൻ മെഹിദി ഹസൻ മിറാസും നിർണായക ബ്രേക്ത്രൂകളുണ്ടാക്കി തന്റെ 10 ഓവറിൽ 29 റൺസ് മാത്രമഴങ്ങി 3 വിക്കറ്റുകളാണ് നേടിയത്. ഫഹീം അഷറഫ് മാത്രമാണ് പാകിസ്ഥാനു വേണ്ടി അല്പമെങ്കിലും ചെറുത്തുനിന്നത്. 47 പന്തിൽ നിന്ന് 37 റൺസെടുത്ത് ടോപ്പ് സ്കോററായ ഫഹീം പാകിസ്ഥാന് 100 റൺസ് കടത്തി. ഒടുവിൽ 30.4 ഓവറിൽ 114 റൺസിന് പാകിസ്ഥാൻ എല്ലാവരും പുറത്തായി. ഈ പരമ്പരയിലെ പാകിസ്ഥാൻ ടീമിൽ 6 പുതിയ കളിക്കാരും ആദ്യ ഏകദിനത്തിൽ 4 അരങ്ങേറ്റക്കാരും ഉണ്ടായിരുന്നു. പുതിയ പ്രതിഭകളെ ടീമിലെത്തിക്കാനുള്ള തന്ത്രപരമായ നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. മുൻ ക്യാപ്റ്റൻ ബാബർ അസമിന് വിശ്രമം അനുവദിച്ചതും ശ്രദ്ധേയമായി. ഈ പരമ്പരയിൽ ടീം പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ബംഗ്ലാദേശിന്റെ ബൌളിംഗ് നിരയാണ് ഈ കളിയിൽ നിർണായകമായത്. അതിൽ മുന്നിൽ നിന്നത് സെൻസേഷണൽ നഹിദ് റാണ. 2002 ഒക്ടോബർ 2-ന് ജനിച്ച വലങ്കയൻ പേസറാണ് റാണ. ആക്രമണോത്സുകതയും കൃത്യതയും ഒത്തുചേർന്ന ഒരു ബൌളിംഗ് പ്രകടനമാണ് റാണ കാഴ്ചവെച്ചത്. 7 ഓവറിൽ വെറും 24 റൺസ് മാത്രമഴങ്ങി 5 വിക്കറ്റുകൾ. ഇത് റാണയുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് കേട്ടോ. അധിക ബൗൺസും വേഗതയും കൊണ്ട് പാകിസ്ഥാന്റെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർക്കും മധ്യനിരയ്ക്കും റാണയെ നേരിടാൻ കഴിഞ്ഞില്ല. 41 റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തകർത്തുകൊണ്ടാണ് റാണ ഈ വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത്. സാഹിബ്സാദ് ഫർഹാനെയും മാസ സാദകത്തിനെയും അടുത്തടുത്ത ഓവറുകളിൽ റാണ കൂടാരം കയറ്റി. പിന്നീട് ഷാമിൽ ഹുസൈനെയും മുഹമ്മദ് റിസ്വാനെയും പുറത്താക്കി റാണ 4 വിക്കറ്റ് തികച്ചു. 5ാം വിക്കറ്റായി സൽമാൻ ആഗയെയും പുറത്താക്കിയതോടെ പാകിസ്ഥാന്റെ പ്രതിസന്ധിയിലായ ബാറ്റിംഗ് നിരയ്ക്ക് മേൽ റാണയുടെ ആധിപത്യം പൂർണ്ണമായി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ബംഗ്ലാദേശി പേസർ എറിഞ്ഞ ഏറ്റവും വേഗതയേറിയ പന്തിന്റെ റെക്കോർഡ് റാണയുടെ പേരിലാണ്. മണിക്കൂറിൽ 152 കിലോമീറ്റർ. ഇത് റാണയുടെ അസാമാന്യമായ പ്രതിഭയുടെ തെളിവാണ്. റാണയുടെ ഈ കിടിലൻ പ്രകടനത്തിന് മികച്ച പിന്തുണ നൽകിയത് ബംഗ്ലാദേശ് ഏകദിന ക്യാപ്റ്റൻ മെഹിദി ഹസൻ മിറാസിന്റെ അച്ചടക്കമുള്ള ബൌളിംഗാണ്. 10 ഓവറിൽ 29 റൺസ് മാത്രമഴങ്ങി 3 നിർണായക വിക്കറ്റുകളാണ് മിറാസ് നേടിയത്. ടാസ്കിൻ അഹമ്മദും മുസ്തഫിസുർ റഹ്മാനും ഓരോ വിക്കറ്റ് വീതം നേടി സന്ദർശക ടീമിന് ഒരു തരത്തിലുള്ള ആശ്വാസവും നൽകിയില്ല. ഇങ്ങനെ ബംഗ്ലാദേശ് ബൌളർമാർ ഒന്നിച്ചു നടത്തിയ ഈ പ്രകടനം പാകിസ്ഥാനെ പൂർണ്ണമായും തകർത്തെറിഞ്ഞു. ബാറ്റ്സ്മാൻമാർക്ക് എളുപ്പത്തിൽ നേടാവുന്ന ഒരു ചെറിയ വിജയലക്ഷ്യം സമ്മാനിക്കുകയും ചെയ്തു. 115 റൺസ് ലക്ഷ്യമിട്ട് കളിക്കാനിറങ്ങിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് നിര മികച്ച ആത്മവിശ്വാസത്തോടെയും വേഗത്തിലും മുന്നേറി. ഈ ചേസിംഗിന് ചുക്കാൻ പിടിച്ചത് ഇടങ്കയ്യൻ ഓപ്പണർ തൻസിദ് ഹസൻ തമീമായിരുന്നു. വെറും 42 പന്തിൽ നിന്ന് പുറത്താകാതെ 67 റൺസാണ് തമീം അടിച്ചെടുത്തത്. 7 ഫോറുകളും 5 സിക്സറുകളും അടങ്ങിയ തകർപ്പൻ ബാറ്റിംഗായിരുന്നു തമീമിന്റേത്. പാകിസ്ഥാന്റെ ചെറിയ സ്കോർ പ്രതിരോധിക്കാനുള്ള എല്ലാ പ്രതീക്ഷകൾക്കും അതോടെ മങ്ങിലേറ്റു. തമീമിന്റെ ഈ തകർപ്പൻ പ്രകടനം ബംഗ്ലാദേശിന് ഉയർന്ന സ്കോറിംഗ് നിരക്ക് നിലനിർത്താനും അതുവഴി സമ്മർദ്ദമില്ലാതാക്കാനും സഹായിച്ചു. മറ്റൊരു ഇടങ്കയ്യൻ ബാറ്റ്സ്മാനും ടെസ്റ്റിലും ഏകദിനത്തിലും T20-ലുമൊക്കെ ബംഗ്ലാദേശിനെ നയിച്ചിട്ടുള്ള നജ്മുൽ ഹൊസൈൻ ഷാൻഡോ മികച്ച പിന്തുണ നൽകി. 33 പന്തിൽ നിന്ന് 5 ഫോറുകൾ ഉൾപ്പെടെ 27 റൺസാണ് ഷാൻഡോ നേടിയത്. വലങ്കയ്യൻ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ സൈഫ് ഹസൻ തുടക്കത്തിൽ തന്നെ മടങ്ങിയെങ്കിലും 3ാം ഓവറിൽ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഷഹീൻ അഫ്രീദിയുടെ പന്തിൽ 4 റൺസെടുത്ത് പുറത്തായി. ഈ തുടക്കത്തിലെ തിരിച്ചടി ബംഗ്ലാദേശിന്റെ വിജയക്കുതിപ്പിന് തടസ്സമായില്ല. പാകിസ്ഥാന്റെ ഏകദിന ടീം ക്യാപ്റ്റനും ഇടങ്കയ്യൻ പേസറുമായ ഷഹീൻ അഫ്രീദി തന്റെ 5 ഓവറിൽ 35 റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് വീഴ്ത്തി. പിന്നീട് മുഹമ്മദ് വസീം നജ്മുൽ ഹൊസൈൻ ഷാൻഡോയെ 27 റൺസിൽ പുറത്താക്കി. എന്നാൽ തമീമും ഷാൻഡോയും തമ്മിലുള്ള ഈ മികച്ച കൂട്ടുകെട്ട് ബംഗ്ലാദേശിന് അനായാസ വിജയം ഉറപ്പാക്കിയിരുന്നു. വെറും 15.1 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ബംഗ്ലാദേശ് ആ വിജയം സ്വന്തമാക്കി. 3 റൺസുമായി ലിറ്റൻ ദാസ് പുറത്താകാതെ നിന്നു. ആദ്യ ഏകദിനത്തിൽ നേടിയ ഈ തകർപ്പൻ 8 വിക്കറ്റ് വിജയം 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ബംഗ്ലാദേശിന് 1 മുതൽ 0 വരെ നിർണായക ലീഡ് നൽകിയിരിക്കുകയാണ്.
ഇത് അവരുടെ ആത്മവിശ്വാസം വല്ലാതെ കൂട്ടുകയും 2027-ലെ ICC പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള നേരിട്ടുള്ള യോഗ്യത നേടാനുള്ള ശ്രമങ്ങൾക്ക് വലിയ കരുത്ത് പകരുകയും ചെയ്തു. നിലവിൽ ICC ഏകദിന റാങ്കിങ്ങിൽ 10ാം സ്ഥാനത്തുള്ള ബംഗ്ലാദേശിന് മെഹിദി ഹസൻ മിറാസിന്റെ നേതൃത്വത്തിൽ റാങ്കിംഗ് പോയിന്റുകൾ നേടേണ്ടതിന്റെ പ്രാധാന്യം നന്നായി ബോധ്യമുണ്ട്. കാരണം നേരിട്ടുള്ള യോഗ്യതയ്ക്കുള്ള അവസാന തീയതി 2027 മാർച്ച് 31-നാണ്. ഏകദിന റാങ്കിങ്ങിൽ 4ാം സ്ഥാനത്തുള്ള പാകിസ്ഥാൻ ബാബർ അസമടക്കമുള്ള പ്രധാന കളിക്കാർക്ക് വിശ്രമം നൽകി ഷഹീൻ അഫ്രീദിയുടെ നായകത്വത്തിൽ ഒരുപാട് പുതുമുഖങ്ങളുമായി ഒരു പുത്തൻ ടീമുമായാണ് ഈ പരമ്പരക്കെത്തിയത്. വളർന്നുവരുന്ന താരങ്ങളെ പരീക്ഷിക്കുക എന്നതായിരുന്നു ഈ തന്ത്രത്തിന്റെ ലക്ഷ്യം. പക്ഷേ ഈ ദയനീയ തോൽവി ബംഗ്ലാദേശിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ അവർ നേരിടുന്ന വെല്ലുവിളികൾ എത്രത്തോളമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ബംഗ്ലാദേശിനായി നഹിദ് റാണയുടെ മികച്ച പ്രകടനവും തൻസിദ് ഹസൻ തമീമിന്റെ തകർപ്പൻ ബാറ്റിംഗും ഈ പരമ്പരയ്ക്ക് ഒരു ഉയർന്ന നിലവാരം നിശ്ചയിച്ചു. അതേസമയം വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ഒരു തിരിച്ചുവരവിനായി ഫഹീം അഷ്റഫിനെയും ക്യാപ്റ്റൻ ഷഹീൻ അഫ്രീദിയെയും പോലെയുള്ള കളിക്കാരെയാകും പാകിസ്ഥാൻ ആശ്രയിക്കുക. അടുത്ത 2 ഏകദിന മത്സരങ്ങൾ മാർച്ച് 13-നും 15-നുമായി നടക്കും. ഈ 2 മത്സരങ്ങളും ധാക്കയിലെ മിർപൂരിലുള്ള ഷേർ ഇ ബംഗ്ല നാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ്. പാകിസ്ഥാന് തിരിച്ചുവരാനും ബംഗ്ലാദേശിന് പരമ്പര സ്വന്തമാക്കാനും ലോകകപ്പ് യോഗ്യതാ പ്രതീക്ഷകൾ കൂടുതൽ ഉറപ്പിക്കാനും ഈ മത്സരങ്ങൾ നിർണായകമാണ്.